ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ ശനിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 9:40 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിലേക്ക് ബോംബാക്രമണം നടത്തിയത്. അന്ന് തുടങ്ങിയ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധമായി വ്യാപിച്ച് 4-ാം ദിവസം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെമ്പാടും ഇറാന്റെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും IRGC പിടിച്ചെടുത്തിരിക്കുന്നു. അതുവഴി കടന്നു പോകാൻ ശ്രമിച്ച 4 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. കോടാനുകോടി ഡോളറുകൾ വിലയുള്ള എണ്ണക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി അയച്ച് ഒരു ഭാഗ്യപരീക്ഷണത്തിന് കപ്പലുടമകൾ തയ്യാറല്ലാത്തതിനാൽ 200ഓളം കപ്പലുകളാണ് മുഴുവൻ എണ്ണയുമായി ഹോർമുസ് കടലിടുക്കിലേക്ക് കടക്കാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത്. ഈ സാഹചര്യം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആഗോളതലത്തിൽ അതൊരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഘട്ടത്തിലാണ് അതിനിർണായകമായ ചില ഭീഷണികളും വെല്ലുവിളികളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത്. ഈ യുദ്ധം 5 ആഴ്ചയെങ്കിലും നീളുമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിനുശേഷം ട്രംപ് പറയുന്നു, ഇറാനിലേക്ക് കരയാക്രമണം നടത്താൻ പോവുകയാണ്, കൂടുതൽ സൈന്യത്തെ അറബ് രാജ്യങ്ങളിലേക്ക് വിനിയോഗിക്കാൻ പോവുകയാണ്, ഇനിയും കടുത്ത ആക്രമണങ്ങൾ ഇറാനിലേക്ക് ഉണ്ടാകും എന്ന്. സംഭവം ശരിയാണ്. ഇറാനിലേക്ക് കഴിഞ്ഞ 6 മണിക്കൂറിലേറെയായി അതിഭീകരമായ ആക്രമണങ്ങളാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അഴിച്ചുവിടുന്നത്. ടെഹ്റാനിൽ വ്യാപകമായ സ്ഫോടനങ്ങൾ നടക്കുന്നു. മരണസംഖ്യ അനൗദ്യോഗികമായി 1100 കടന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അമേരിക്ക പറയുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ എല്ലാം ഞങ്ങൾ തകർത്തു എന്നാണ്. പക്ഷേ ആ വാദം പൊള്ളയാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഓരോ മണിക്കൂറുകൾ പിന്നിടും തോറും ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം ഇറാൻ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിനും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിവരങ്ങൾ പുറത്തുവിടാൻ ഇസ്രായേൽ തയ്യാറല്ല. അവിടുത്തെ ജനങ്ങളോട് ഒരു വീഡിയോ ഫുട്ടേജ് പോലും എടുക്കരുത്, ഒരു ചിത്രം പോലും പങ്കുവെക്കരുത് എന്ന കർശന നിർദ്ദേശം ഇസ്രായേൽ ഭരണകൂടം നൽകിയതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വരിക പ്രയാസമാണ്. ഗൾഫ് രാജ്യങ്ങളും നമുക്കറിയാം, ഔദ്യോഗികമായി അവരുടെ നാശനഷ്ടങ്ങൾ അവർ പുറത്തുവിടാൻ സമയമെടുക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ 11 കപ്പലുകൾ മുക്കിയിട്ടുണ്ട് ഇറാൻ എന്ന വിവരം പുറത്തു വരുന്നുണ്ട് പല ഭാഗങ്ങളിലായി. അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ റിഫൈനറികൾക്ക് നേരെ, അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഒക്കെ നടത്തിയ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒമാനിലെ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടക്കുന്നു. സൗദി അരാംകോയിലെ ഓയിൽ റിഫൈനറിയിലേക്ക് ആക്രമണം നടത്തുന്നു. ചെറിയ നാശനഷ്ടങ്ങളെ ഉണ്ടാകുന്നുള്ളൂ അവിടെയൊക്കെയെങ്കിലും അത് ആ മേഖലയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. ഖത്തറിലെ LNG നിർമ്മാണ മേഖലയിലേക്ക് ഒരു ആക്രമണം നടന്നതായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒമാൻ, കുവൈറ്റ്, സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇറാൻ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയാണ്. അതായത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തങ്ങളുടെ പരമാവധി ശേഷി ഉപയോഗിച്ചുള്ള എയർ സ്ട്രൈക്കുകൾ നടത്തിയിട്ടും ഇനിയും എയർ സ്ട്രൈക്കുകൾ ഒരു പുതിയ വേവ് ഓഫ് അറ്റാക്സ് വരുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടും ഇറാൻ ഭയപ്പെടുകയോ വഴിപ്പെടുകയോ ചെയ്യുന്നില്ല. അവർ തങ്ങളുടെ കരുത്തുപയോഗിച്ച് സകലയിടങ്ങളിലേക്കും കയറി ആക്രമിക്കുകയാണ്. ഇവിടെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടി കിട്ടുന്നത്. കാരണം ഗൾഫ് രാജ്യങ്ങളെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്ന ഇറാന്റെ ആ ശൈലി, അല്ലെങ്കിൽ ഇറാന്റെ ആ യുദ്ധ നീക്കം, വാണിജ്യ വ്യവസായ കേന്ദ്രങ്ങൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള, ഓയിൽ റിഫൈനറികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, ഹോർമുസ് കടലിടുക്ക് അടച്ച് എണ്ണക്കപ്പലുകൾ തടയുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ, ഇത് അമേരിക്കയ്ക്ക് വലിയ പ്രഹരമുണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോഴത് വ്യക്തമാകില്ല, പക്ഷെ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരും, എണ്ണക്ഷാമമുണ്ടാവും. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണക്കപ്പലുകൾ വ്യാപാരം നടത്താൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നത് തുടർന്നാൽ അവരുടെ വലിയ വരുമാന സ്രോതസ് അടയുന്ന സാഹചര്യമുണ്ടാകും. ഇത് ഗൾഫ് രാജ്യങ്ങളെ വലിയ കുഴപ്പത്തിലാക്കും, പ്രതിസന്ധിയിലാക്കും. ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ആരാണ്? അതാണ് ചോദ്യം. ഇന്ന് പശ്ചിമേഷ്യയെയും ലോകത്തെയും മുൾമുനയിൽ നിർത്തുന്ന, പശ്ചിമേഷ്യയെ ഭീതിയിലാഴ്ത്തുന്ന, നമ്മളെയൊക്കെ വല്ലാതെ ആശങ്കയിലാക്കുന്ന ഈ യുദ്ധത്തിൻ്റെ കാരണക്കാരാരാണ്? ആ ചോദ്യം ഇന്നലെ മാധ്യമപ്രവർത്തകർ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയോട് ചോദിച്ചപ്പോൾ റൂബിയോ പറഞ്ഞത്, ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു, അതുകൊണ്ട് കാലേക്കൂട്ടി ഞങ്ങൾ ആക്രമിച്ചതാണ്, ഇസ്രായേലിൻ്റെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ ആക്രമിച്ചത്, ഇസ്രായേലിനാണ് ഇറാൻ ഭീഷണിയാകുന്നത്, ഞങ്ങൾക്ക് നേരിട്ടൊരു ഭീഷണി അല്ലായിരുന്നു എന്ന മട്ടിലാണ് മാർക്കോ റൂബിയോ പറഞ്ഞത്. വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു മറുപടിയാണ്. പക്ഷേ
ഇസ്രായേലാണ് ഇതിന് പിന്നിൽ, ഇസ്രായേലിൻ്റെ ആവശ്യം പരിഗണിച്ച് അമേരിക്ക കയറി യുദ്ധം ചെയ്തു എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം കേൾക്കുമ്പോൾ മനസ്സിലാകുക. അതിൻ്റെ അർത്ഥം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണക്കാർ അമേരിക്കയാണ്, ട്രംപാണ് എന്നുള്ളതാണ്. അപ്പോൾ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് ലോകം പോകുമ്പോൾ അതിൽ അമേരിക്കയും ഉൾപ്പെടും. അമേരിക്കയിൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, മാന്ദ്യമുണ്ടാകും, ലോകം മുഴുവൻ ദുരിതക്കയത്തിലേക്ക് പോകും. ഇതിൻ്റെ കാരണക്കാരൻ ട്രംപ് ആയിരിക്കും. ട്രംപിന് അതീവ ഗുരുതരമായൊരവസ്ഥയിലേക്ക് ട്രംപ് എടുത്തെറിയപ്പെടും. ട്രംപ് ആണെങ്കിലും ആദ്യം മുതലേ പറഞ്ഞിരുന്നത് എന്താണ്? പരിമിതമായ യുദ്ധമായിരിക്കും, ഒരു ലിമിറ്റഡ് വാർ ആയിരിക്കും ഉണ്ടാവുക, ലിമിറ്റഡ് സ്ട്രൈക്ക് ആയിരിക്കും ഉണ്ടാവുക എന്നാണ്. ശരിയാണ്, ട്രംപ് ആദ്യം നടത്തിയ ആക്രമണം അല്ലെങ്കിൽ ഇറാനിലേക്ക് ആദ്യം നടന്ന ബോംബാക്രമണം ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക് ആയിരുന്നു. പക്ഷേ അയത്തുള്ള അലി ഖാംനെയി കൊല്ലപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ ആ ഘട്ടം മുതൽ ഈ യുദ്ധത്തിൻ്റെ സകല രീതികളും മാറി. അതായത് അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഈ യുദ്ധം പോയി. അതായത് അമേരിക്ക പറയുന്നു, ആദ്യം കുറച്ച് ആക്രമണം നടത്തി, അതിനുശേഷം പറയുന്നു ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, ഇറാൻ വരട്ടെ എന്ന് പറഞ്ഞ് മധ്യസ്ഥ രാജ്യങ്ങളെ ഉപയോഗിച്ച് ഇറാനുമായി ഒരു സമ്മർദ്ദം ചെലുത്തി ഒരു തന്ത്രമുണ്ടാക്കി അതിലൊരു കരാറുണ്ടാക്കി ഒപ്പിടിയിക്കാമെന്നായിരിക്കും അമേരിക്ക കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അയത്തുള്ള അലി ഖാംനെയും 40ഓളം വരുന്ന ഉന്നതരും കൊല്ലപ്പെട്ടതോടെ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റുകയാണ്, പാടെ തെറ്റിപ്പോവുകയാണ്. പിന്നെ കീഴടങ്ങുന്ന ഇറാനെയല്ല കാണുന്നത്, അതിശക്തമായി പോരടിക്കുന്ന പോരാട്ട വീര്യത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും അങ്ങേയറ്റം വരെ പോകാൻ തയ്യാറാകുന്ന ഇറാനെയാണ് കാണുന്നത്. അവിടെയാണ് ഇനി ഈ യുദ്ധം പിടിച്ചു കെട്ടാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന യാഥാർത്ഥ്യം അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിയുന്നത്. ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് എന്താണെന്നറിയോ? യുദ്ധം എത്രയും പെട്ടെന്ന് നിർത്തുമെന്നാണ്. ഇന്ന് മാധ്യമങ്ങൾ നോക്കിയാൽ അറിയാം, എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെ കാരണം ഞങ്ങൾ അതിവേഗം ഇറാനെ കീഴ്പ്പെടുത്തും എന്നാണ്. അതായത് അതിവേഗത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തുന്നതിലൂടെ ഈ യുദ്ധം പെട്ടെന്ന് അവസാനിക്കുമെന്നാണ്. പക്ഷേ ട്രംപ് നേരത്തെ പറഞ്ഞത് അവിടെ കിടപ്പുണ്ട്. 5 ആഴ്ചയിലധികമെങ്കിലും വേണ്ടിവരും ഇറാനെ കീഴ്പ്പെടുത്താൻ. കാരണം അത്രയും വലിയ ഒരു മേഖലയാണ്, ഭൂപ്രകൃതി കൊണ്ടാണ് ട്രംപ് അങ്ങനെ പറഞ്ഞത് എങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മാറുകയാണ്. കാരണം ഇറാൻ്റെ ഭൂഗർഭ അറകളിലുള്ള ആയുധശേഖരമൊന്നും അവർ പുറത്തെടുത്തിട്ടില്ല. ചൈനയിൽ നിന്ന് അധികം വൈകാതെ ഇറാൻ്റെ കയ്യിലേക്ക് CM-302 എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലുകളെപ്പോലും തകർക്കുന്ന സൂപ്പർസോണിക് മിസൈലുകൾ എത്താൻ പോവുകയാണ്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ ആദ്യമായി ഒരു യുദ്ധമേഖലയിൽ പരീക്ഷിക്കാൻ പോവുകയാണ്. ഇത് കൊണ്ടുവന്നാൽ USS എബ്രഹാം ലിങ്കണൊക്കെ കടലിൽ മുങ്ങിപ്പോകുമെന്നതിൽ വലിയ തർക്കമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറാനും ശക്തമായി ആക്രമിക്കും, നാശനഷ്ടങ്ങൾ ഇരുകൂട്ടർക്കും ഉണ്ടാകും, ഗൾഫ് രാജ്യങ്ങളിൽ സമ്മർദ്ദം ശക്തമാകും, യുദ്ധം നിർത്തിവെക്കാൻ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുകയും ചെയ്യും. ഒടുവിൽ ട്രംപിന് അത് സമ്മതിക്കേണ്ടി വരും. ഈ ചെകുത്താനും കടലിൽ നിന്ന് നടുക്കുന്ന അവസ്ഥയിലേക്ക്, ഗുരുതരമായ അവസ്ഥയിലേക്ക് ട്രംപ് എത്തുകയാണ്. ഒരു വശത്ത് ഇസ്രായേൽ പറയുന്നു ഇറാനെ പൂർണ്ണമായി അടിക്കണം, അവിടെ പുതിയ ഭരണം ഉണ്ടാക്കണം, നമ്മുടെ ഭരണമായിരിക്കണം അവിടെ വരേണ്ടത് എന്ന നിലയിൽ ഇസ്രായേൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തുന്നു. പൂർണ്ണമായി ആണവ കേന്ദ്രങ്ങൾ തകർക്കണം, അവിടുത്തെ സൈന്യത്തെ തങ്ങൾക്കൊപ്പം നിർത്തണം, അല്ലെങ്കിൽ ആ സൈന്യത്തെ ഇല്ലാതാക്കുകയോ നമ്മൾ പറയുന്നൊരു സൈന്യം അവിടെ വരികയോ വേണമെന്ന നിലയിൽ ഇസ്രായേൽ വലിയ സമ്മർദ്ദം കൊടുക്കുന്നു. മറുവശത്ത് അറബ് രാജ്യങ്ങൾ ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്താണ്? ഇറാനെ തീർക്കുക എന്നതല്ല, അതൊക്കെ സെക്കൻഡറിയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ അസറ്റ് അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശം നശിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഗൾഫ് രാജ്യങ്ങളുടെ കൺസേൺ. എന്ന് മാത്രമല്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സായ എണ്ണ ചെലവാകണമെങ്കിൽ ഈ ഹോർമുസ് കടലെടുക്ക് തുറക്കണം. അല്ലാതെ മറ്റു വഴികൾ തേടിപ്പോയാൽ അത് വലിയ ചെലവേറിയ ഏർപ്പാടാകും. ആ വ്യാപാരത്തിൽ വലിയ നഷ്ടം ഇവർക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഈ യുദ്ധം ഇല്ലാതാകണമെന്ന നിലയിൽ ഇപ്പുറത്ത് നിന്ന് ട്രംപിന് മേൽ അറബ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തും. ഒരു വശത്ത് ഇസ്രായേൽ, ഒരു വശത്ത് അറബ് രാജ്യങ്ങൾ. ഈ ഒരു അവസ്ഥയിൽ ട്രംപ് എന്ത് തീരുമാനമെടുക്കുമെന്നതിൽ വലിയ കുഴപ്പമുണ്ടാകും, ആശയക്കുഴപ്പമുണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ട്രംപ് എത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു യുദ്ധവിരാമം അധികം വൈകാതെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ട്രംപ് ഇതിനെ മുഴുവൻ ഉത്തരവാദിത്തം ഏൽക്കേണ്ടി വരും. ഇപ്പം തന്നെ അമേരിക്കയിൽ വലിയ പ്രതിഷേധം ട്രംപിനെതിരെ ഉയരുകയാണ്. കാരണം അമേരിക്കയെ പോലും ബാധിക്കുന്ന വിധത്തിൽ അമേരിക്കയുടെ പ്രതിരോധ മേഖല തകർന്നുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? യുക്രൈന് കുറേ ആയുധങ്ങൾ കൊടുത്തു, ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ഇസ്രായേലിനും കൊടുത്തു കുറേ, അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് വെച്ചാണ് ഈ ആക്രമണങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ ആ പോകുന്ന സമയത്ത് അമേരിക്കയ്ക്കും ഇതിൻ്റെ അനുരണനങ്ങളുടെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം ഏറ്റുവാങ്ങേണ്ടി വരും. ആഗോള സാമ്പത്തിക പ്രശ്നമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം ബാധിക്കുക അമേരിക്കയെ കൂടിയായിരിക്കും. അപ്പോൾ യുദ്ധം നീണ്ടുപോകുമ്പോൾ ആ യുദ്ധത്തിൻ്റെ ചെലവടക്കം ഉള്ള അമേരിക്കയുടെ അത്തരം ചെലവുകൾ വർദ്ധിക്കും. ഒപ്പം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അതും അമേരിക്കയെ ബാധിക്കും. അമേരിക്കയിലെ സാമ്പത്തിക മേഖലയും അമേരിക്കയുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും ഒക്കെ തകരുന്ന വിധത്തിലേക്ക് പോലും ഈ യുദ്ധം നീണ്ടാൽ സാഹചര്യങ്ങൾ പോകും.
കാരണം അത് ലോകത്തെ മുഴുവനായിട്ട് ഈ പ്രശ്നങ്ങൾ ബാധിക്കുമ്പോൾ അത് അമേരിക്കയെ മാത്രം വെറുതെ വിടുകയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാമെന്ന ലക്ഷ്യത്തിൽ, അല്ലെങ്കിൽ ഖാംനെയിയുടെ മരണത്തോടുകൂടി ഇറാനിൽ കടന്നു കയറി ആക്രമണം നടത്തി ഇറാനെ പിടിച്ചെടുക്കാമെന്നുള്ള മോഹങ്ങൾ തകർന്നിടത്താണ് ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് നടത്തുന്നതോടെ സമ്മർദ്ദം ശക്തമാവുകയാണ് അമേരിക്കയ്ക്ക്. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇനി ഇറാനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുക, അതായത് കൂടുതൽ സൈന്യത്തെ ഇറാനിലേക്ക് കൊണ്ടുവരും, ഇറാനിൽ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് ട്രംപ് പറയുന്നത് എത്രയും വേഗം അവസാനിപ്പിക്കാനാണ്, എത്രയും പെട്ടെന്ന് ഇറാൻ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ പതിയെ ആക്രമിച്ചാൽ പോരെ. അപ്പോൾ ട്രംപ് ഓരോ നിമിഷവും സൈനിക ശക്തി കൂട്ടും, കൂടുതൽ ആയുധങ്ങൾ കൊണ്ടുവരും, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം യുദ്ധം നീണ്ടുപോയാൽ അമേരിക്കയെ ബാധിക്കും, ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കും, അതിനൊക്കെ ഉത്തരവാദിത്തം ട്രംപിന് തലയിൽ വരും. അത് ഒഴിവാക്കാനാണ് വേഗത്തിൽ കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇറാന്റെ പ്രതിരോധം, ഇറാന്റെ തിരിച്ചടി അതിശക്തമായതിനാൽ തന്നെ പല പദ്ധതികളും പൊളിഞ്ഞ് പാളീസാവുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IRGC ഒന്നും ഒരു ചർച്ചയ്ക്ക് പോലും, ഒരു ഒത്തുതീർപ്പിന്റെ ഏഴയലത്തേക്ക് പോലും വരാത്ത വിധത്തിൽ കടുത്ത നിലപാടെടുക്കുമ്പോൾ അതീവ ഗുരുതരമായ പ്രശ്നത്തിലേക്കാണ് ലോകം പോകുന്നത്. അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയും മാറും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വിധത്തിൽ ഈ യുദ്ധം ഇങ്ങനെ പോയാൽ അത് അമേരിക്കയ്ക്ക് അടക്കം, ഗൾഫ് രാജ്യങ്ങൾക്കടക്കം ലോകത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചും യുദ്ധം ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശേഷിയൊന്നുമില്ല. ഒന്നാമത് ഹമാസുമായിട്ടുള്ള ഗസയിലെ യുദ്ധത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ആയുധ ശേഖരത്തിലൊക്കെ വലിയ കുറവ് വന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോം സംവിധാനങ്ങൾ വീക്കാണ് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അമേരിക്കയുടെ പിൻബലത്തിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. അപ്പോൾ അമേരിക്ക ഒരു പ്രതിസന്ധിയിലായി പിന്മാറണമെന്ന് പറഞ്ഞാൽ ഇസ്രായേലിനും അതേ നിർവാഹമുള്ളൂ. കാരണം ഇവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവർ മുന്നും പിന്നും നോക്കാതെ അടിക്കുന്നത് കൊണ്ട് തന്നെ ഇറാനെ കീഴ്പ്പെടുത്തുക, പരിപൂർണമായി ഇല്ലാതാക്കുക എന്ന നിലയിലേക്ക് പോകണമെങ്കിൽ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. വളരെ വേഗത്തിൽ അത് ചെയ്തു തീർക്കാൻ കഴിയില്ല. അത് ചെയ്യാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. പക്ഷേ അത് വിജയിക്കാനും സാധ്യതയില്ല. കാരണം ഇറാനിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇറാന്റെ ആത്മാഭിമാനത്തിനും പരമാധികാരത്തിനും വേണ്ടി നിലയുറപ്പിച്ചിരിക്കുന്നത്, പാശ്ചാത്യ ശക്തികൾക്കെതിരെ പോരാടണമെന്ന നിലപാടിൽ നിൽക്കുന്നത്. അവിടെ ഭരണമാറ്റം കൊണ്ട് ജനങ്ങൾ സ്വതന്ത്രരായി എന്നൊക്കെ ട്രംപ് പറയുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ചെറിയൊരു വിഭാഗം ജനങ്ങൾ മാത്രമേ അതിലൊക്കെ ആഹ്ലാദം പങ്കുവെക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഈ അമേരിക്കയ്ക്കെതിരെ പോരാടണം, ഇറാന്റെ പരമാധികാരം സംരക്ഷിക്കണമെന്ന കടുത്ത നിലപാട് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് അമേരിക്കയുടെ തലയിലേക്ക് തിരിച്ചു വീഴുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും അമേരിക്ക ഉടൻ യുദ്ധം നിർത്താനുള്ള നീക്കുപോക്കുകളിലേക്ക് പോയില്ല എങ്കിൽ ഇതിൻ്റെയൊക്കെ സകല ഉത്തരവാദിത്വവും, ഇതിനൊക്കെ സകല മറുപടിയും അമേരിക്ക പറയേണ്ടി വരുമെന്ന് മാത്രമല്ല, ഇറാനൊക്കെ വലിയ നാശനഷ്ടങ്ങൾ ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.